നമസ്കാരം ശ്രീ ജോൺസൺ റോച്ച്. ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരുന്ന അവസരത്തിലാണ് വഖഫ് ബോർഡ് പ്രശ്നം വന്നത്. അത് ഉയർത്തിയ ചില വെല്ലുവിളികളുണ്ട്. മുനമ്പത്തെ കുറേ മനുഷ്യരുടെ ഇടമാണ് നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു നീക്കമായിരുന്നു അവിടെ നടന്നത്. പലരും ഇടപെട്ടു. മൂന്ന് മുന്നണികളും ഇക്കാര്യത്തിൽ വളരെ സജീവമായിട്ട് നിന്നു. കാരണം ഉപതെരഞ്ഞെടുപ്പായിരുന്നത് കൊണ്ട് തന്നെ. ഇപ്പോൾ വഖഫ് ബോർഡിൻ്റെ ആ പ്രശ്നം, പ്രത്യേകിച്ച് മുനമ്പത്തെ, ഏത് തരത്തിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ അവസാനമായി ജസ്റ്റിസ് രാമചന്ദ്രൻ അന്വേഷണത്തിന് വേണ്ടി, അന്വേഷണമല്ല, റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി നിയമിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ട് കൊണ്ട് ഒരു കാര്യവുമില്ല. ആ റിപ്പോർട്ടിനെയും മറികടക്കുന്ന നിയമമാണ് വഖഫിനുള്ളത്. അതായത് വഖഫ് ബോർഡിൻ്റെ 15A വഖഫ് ബോർഡ് നിയമം 15A അനുസരിച്ച് വഖഫ് ബോർഡ് തീരുമാനിച്ച ഒരു ഭൂമി അത് വഖഫ് ട്രിബ്യൂണൽ അതിന് അംഗീകരിക്കുകയും ആ വഖഫ് ട്രിബ്യൂണലിൻ്റെ വിധിയെ മറികടക്കാൻ പറ്റില്ല. ഹൈക്കോടതിയിൽ പോലും പിന്നെ അപ്പീൽ കൊടുക്കാൻ പറ്റില്ല. സിവിൽ കോടതിയിൽ നിലനിൽക്കുന്നതല്ല. അത് ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യാം. റിട്ട് ഫയൽ ചെയ്താലും റിട്ട് ഫയൽ ചെയ്യുന്നത് ഒരു അപ്പീൽ ഫയൽ ചെയ്യുന്നത് പോലെയല്ല. ഇവരുടെ വഖഫ് ബോർഡിൻ്റെ അവകാശം അത് അംഗീകരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് 15A പറയുന്നത്. ആ വിധത്തിലേ വരുള്ളൂ. ഇപ്പോൾ ജസ്റ്റിസ് രാമചന്ദ്രൻ ഒരു റിപ്പോർട്ട് വന്നാലും ആ റിപ്പോർട്ടിനെ കോടതിയിൽ ഇവർക്ക് ചോദ്യം ചെയ്യാം. ആ റിപ്പോർട്ട് ഈ പറയുന്ന ഈ സർക്കാർ പറയുന്ന പോലെ അവകാശം സംരക്ഷിക്കും, അവരെ ഇറക്കി വിടില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറക്കി വിടുക എന്നല്ല പ്രശ്നം. അവർക്ക് എല്ലാ റവന്യൂ അവകാശങ്ങളോടുകൂടെ അവിടെ ജീവിക്കുവാനുള്ള അവകാശമാണ് കൊടുക്കേണ്ടത്. ഇറക്കി വിടുകയില്ല എന്ന് പറയുന്നത് ഒരു ഔദാര്യമാണ്, ഒരു ദയാദാക്ഷിണ്യമാണ്. ആ ഒരു ദയാദാക്ഷിണ്യമാണ് ഇനി എല്ലാവരും കൂടെ അവർക്ക് സമ്മാനിക്കാൻ പോകുന്നത്. അവർക്കൊരു ലോൺ എടുക്കാനോ അവർക്ക് മക്കളുടെ വിദ്യാഭ്യാസങ്ങൾക്ക് ഇത് ഓണം വെക്കാനോ മാറ്റെടുത്ത് വെക്കാനോ ഒരു പുതിയ വീട് വെക്കാനോ ഒന്നും പറ്റില്ല. നിങ്ങളുടെ എല്ലാവരുടെയും വഖഫ് ബോർഡിൻ്റെയും എല്ലാവരുടെയും ദയാദാക്ഷിണ്യത്തോടെ കഴിഞ്ഞുകൂടുക എന്നൊരവസ്ഥയാണ് വരുന്നത്. ഇതിൻ്റെ ആത്യന്തികമായി ചെയ്യാവുന്ന ഒരു കാര്യം വഖഫ് ബോർഡ് അവരുടെ അവകാശവാദം പിൻവലിക്കുക എന്നുള്ളതാണ്. അവർ അവകാശവാദം പിൻവലിക്കുന്നില്ല. അവർ കൂടുതൽ ഊർജിതമാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് അവകാശത്തിന്. ആ അവകാശം ഈ സംസ്ഥാന സർക്കാരിൻ്റെ ബോർഡാണ് വഖഫ് ബോർഡ് എന്നുള്ളത്. സംസ്ഥാന സർക്കാർ നോമിനേറ്റ് ചെയ്തവരാണ്. അത് ലീഗിൻ്റെ ആൾക്കാർ 2 MLAമാർ അതിനകത്തുണ്ട്. ഇവർ ഈ പറയുന്ന ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവരെല്ലാം കൂടെ ഒന്ന് ചേർന്ന് ഞങ്ങൾ ഈ അവകാശവാദം, മുനമ്പത്തിൻ്റെ അവകാശവാദം ഞങ്ങൾ പിൻവലിക്കുന്നു എന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. അത് തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ഇവർ ജസ്റ്റിസ് കമ്മീഷൻ വച്ചിരിക്കുകയാണ്. അതിൻ്റെ റിപ്പോർട്ട് വരും. അതിൻ്റെ റിപ്പോർട്ടിനെ ഇവർ നടത്തുകൊണ്ട് ഇവർ മുന്നോട്ട് വരും. അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഹൈക്കോടതി അനുകൂലമായിട്ടാണ്, വഖഫ് ബോർഡിന് അനുകൂലമായിട്ടാണ് വിധിച്ചിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ അങ്ങനെ ആ വിധത്തിൽ വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ സർക്കാർ ഇവരെ ഇറക്കി വിടില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് ശ്രീ ജോൺസൺ പറയുന്നുണ്ട്, ഇറക്കി വിടുക എന്നുള്ളതല്ല, ഇവരുടെ ജീവിതത്തിലെ ന്യായമായ അവകാശങ്ങൾ അവിടെ നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. എല്ലാ റവന്യൂ അവകാശങ്ങളും അവർക്ക് കിട്ടുന്നില്ല. പിന്നെ ഏത് തരത്തിൽ ഇവരെ മുമ്പോട്ട് കൊണ്ടുപോകും സംരക്ഷിച്ച്? ഈ കമ്മീഷൻ, അതാണ് ഞാൻ ഈ കമ്മീഷൻ റിപ്പോർട്ടിലൊന്നും സംരക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി അല്ലെങ്കിൽ വഖഫ് ബോർഡ് പിൻവലിക്കണം, അല്ലെങ്കിൽ പിന്നെ ഈ ഭേദഗതി ബില്ല് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതി പിന്നെ അത് പാർലമെൻറ്റ് അംഗീകരിച്ചുകൊണ്ട് നിയമമായാൽ മാത്രമേ ഇവർക്ക് ആ ഒരൊറ്റ കാര്യമേ ഇനി നിലനിൽക്കുന്നുള്ളൂ. വഖഫുകാരെന്തായാലും അവരുടെ അവകാശം പിൻവലിക്കില്ല എന്നുള്ളതാണ് അവർ ഇതുവരെയുള്ള നിലപാട്. ഈ പറയുന്നതൊക്കെ കാപട്യമാണ്. മുസ്ലിം ലീഗ് പറയുന്നത് കാപട്യമാണ്. അവരുടെ MLAമാർ പോലും ഇത് വഖഫ് ഭൂമിയല്ല ഇത് എന്ന് അവർ പറഞ്ഞിട്ടില്ല. ഇത് വഖഫ് ഭൂമി എന്നാണ് പറയുന്നത്. ഇത് 1950 നവംബർ 1-ാം തീയതി ഫറൂഖ് കോളേജിന് സിദ്ദിഖ് സാട്ട് എഴുതി കൊടുത്ത ഒരു ഭൂമിയാണ് ദാനമായിട്ട്. അതിനകത്ത് വഖഫ് എന്നൊരു പേര് വച്ചിട്ടുണ്ട്. അതേസമയത്ത് ഫറൂഖ് കോളേജിന് സർവ്വസ്വതന്ത്രമായി ഇത് ഭൂമി കൈകാര്യം ചെയ്യാമെന്ന് ആ പ്രമാണത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചാണ് ജനങ്ങൾക്ക് ഭൂമി വിറ്റത്. ആ വഖഫ് മാനേജ്മെൻറ്റ് കമ്മിറ്റി ഭൂമി വിൽക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു.
പിന്നെ ഒരു എന്തോ ഹസൻകുട്ടിയാണ് അവിടുത്തെ കൗൺസിൽ സെക്രട്ടറി. ഹസൻകുട്ടിയെ ഈ ഭൂമി വിൽക്കാൻ വേണ്ടി ഒക്കെ പിന്നെ ഈ ഫാറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് കമ്മിറ്റി തീരുമാനമെടുത്തു. അത് പ്രകാരം 273 പ്രമാണങ്ങളിലൂടെ ഈ ഭൂമി വിൽക്കപ്പെടുന്നു. ഇപ്പോൾ അത് 1000-ലധികം പ്രമാണങ്ങളായി, തിരിച്ചു വിറ്റും പിന്നെ അവകാശികൾക്കും ഒക്കെ ആയിട്ട്. ആ വിധത്തിലൊരു സംവിധാനം അവർക്ക് കരമടച്ചു കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇത് പോക്കുവരവ് ചെയ്ത് കരമടച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് 2019 വഖഫ് ബോർഡ് റവന്യൂ വകുപ്പിന് അത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു കത്ത് കൊടുക്കുന്നത്. റവന്യൂ വകുപ്പിന് വഖഫ് ബോർഡ് കത്ത് കൊടുത്താൽ റവന്യൂ വകുപ്പ് അംഗീകരിക്കണമെന്നാണ് വഖഫ് നിയമം. അവരതനുസരിച്ച് കരമടക്കി നിർത്തി. അങ്ങനെ നിർത്തിയപ്പോൾ ഇവരെന്ത് ചെയ്തു? ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തു. ഹൈക്കോടതി പറഞ്ഞു ഈ വഖഫ് നിയമം അനുസരിച്ച് വഖഫ് ബോർഡ് വഖഫ് ട്രൈബ്യൂണൽ വിധി ഇത് അംഗീകരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ഇത് വഖഫ് ഭൂമിയാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. അത് നിയമമാണ് ഇതിൻ്റെ പ്രശ്നം. ഈ നിയമമാണ് ഈ വഖഫ് ബോർഡ് നിയമം 40 അനുസരിച്ച് ഏത് ഭൂമി വഖഫ് ബോർഡിന് സ്വന്തമാണെന്ന് തോന്നിയാൽ അവർക്കത് ഒരു രേഖയോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട, അവർക്കത് സ്വന്തമാക്കാം എന്നുള്ളതാണ്. അപ്പോൾ സർക്കാർ ഇപ്പോൾ ഇക്കാര്യത്തിനകത്ത് എന്ത് നിലപാടിലായിരിക്കും എത്താൻ പോകുന്നത്? സർക്കാർ ഈ റിപ്പോർട്ട് വെച്ച് ഈ റിപ്പോർട്ട് ഞങ്ങളെ സംരക്ഷിക്കും എന്ന് പറയുന്നു. ഈ റിപ്പോർട്ട് കൊണ്ട് അതാണ് പറഞ്ഞത്, സർക്കാരിന് ഒന്നും ചെയ്യാനും കഴിയില്ല. ഈ റിപ്പോർട്ടിനെതിരായിട്ട് വഖഫ് ബോർഡ് കോടതിയിൽ പോകും. കോടതിയിൽ പോയ വഖഫ് ബോർഡിൻ്റെ പിന്നെ അവരുടെ അവകാശവാദവും അവരുടെ ന്യായമേ അവിടെ നിലനിൽക്കുകയുള്ളൂ. അങ്ങനെയുള്ളതാണ് വഖഫ് നിയമം എന്ന് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്രയും കുടുംബങ്ങളെ എങ്ങനെ ഏത് തരത്തിൽ പുനരധിവാസത്തിലേക്ക് പോകും? അതാ ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ഒരു മാർഗമേ ഉള്ളൂ. ഈ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുപോകുന്ന വഖഫ് ഭേദഗതി ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കണം. അതിലൂടെ മാത്രമേ ഇവർക്ക് രക്ഷയുള്ളൂ. അതിനകത്ത് ഈ വഖഫ് ബോർഡിൻ്റെ 40ാമത്തെ സെക്ഷൻ റദ്ദ് ചെയ്യുകയാണ്. ആ റദ്ദ് ചെയ്യുമ്പോൾ സെക്ഷൻ 40 അനുസരിച്ചാണ് വഖഫ് ബോർഡ് ഭൂമിയാണെന്ന് മുനമ്പത്ത് ഭൂമി അവകാശപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ റദ്ദ് ചെയ്യുമ്പോൾ ഇവരുടെ അവകാശവാദം അവിടെ വെച്ച് അവസാനിക്കപ്പെടും. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഈ പാർലമെൻറ്റിൽ പാസ്സാക്കുമെന്ന് പറഞ്ഞെങ്കിലും വീട്ടിൽ മാറ്റി വച്ചിരിക്കുകയാണ്. അടുത്ത സെക്ഷനിലാണ്, അടുത്ത പാർലമെൻറ്റ് കൂടുമ്പോഴാണ് ഇത് പാസ്സാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ എൻ്റെ അഭിപ്രായത്തിൽ ഈ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മിറ്റി ഇങ്ങനെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ മാത്രമേ അവർക്ക് കഴിയുള്ളൂ. ആ റിപ്പോർട്ട് കൊണ്ട് യാതൊരു പ്രയോജനവും റിപ്പോർട്ടിൻ്റെ യാതൊരു പ്രയോജനമില്ല. ആ റിപ്പോർട്ടിൽ ഹൈക്കോടതി അത് സ്റ്റേ ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. ഈ റിപ്പോർട്ടിന് സർക്കാർ വച്ചിരിക്കുന്ന ഈ കമ്മീഷൻ ഈ റിപ്പോർട്ട് സർക്കാർ വയ്ക്കുകയും ഈ റിപ്പോർട്ട് പ്രാവർത്തികമാക്കുന്നതിൽ നിന്ന് ഹൈക്കോടതി ഈ സ്റ്റേ വഖഫ് ബോർഡ് ഹൈക്കോടതി ചെന്ന് സ്റ്റേ കൊണ്ടുവരും. നിസ്സാരമായിട്ട് അവർക്ക് സ്റ്റേ കിട്ടാനേ ഉള്ളൂ. കാരണം നിയമം അവരുടെ ഭാഗത്താണ്. നിയമത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെയല്ലേ കോടതി കാണുള്ളൂ. അപ്പോൾ ഇതൊരു പ്രഹസനമാണ്. ഇത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാത്രമാണ്. അവിടുത്തെ മുനമ്പത്തുകാർക്ക് അറിയാം. പിന്നെ ഞങ്ങൾ സഹകരിച്ചില്ല എന്ന് വരരുതെന്ന് പറഞ്ഞായിരിക്കാം അവരിങ്ങനെ ഇതിനോട് സഹകരിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലാതെ ഈ സഹകരിച്ചിട്ടൊന്നും കാര്യമല്ല. അല്ല, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു ഭേദഗതി വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ പേരിൽ സർക്കാർ കൂടെ ഏത് തരത്തിൽ മാറുമെന്നുള്ളതാണ് അറിയുന്നത്. ഇല്ല, ഭേദഗതി വന്നാൽ ഇവിടുത്തെ സർക്കാരും ഇതിനോട് യോജിച്ച് വരും. സർക്കാർ അവിടെ പാർലമെൻറ്റ് നിയമത്തിനോട് തീർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ സംസ്ഥാന സർക്കാർ അതിന് ഉദ്ദേശിക്കുന്നത് അവർക്കൊരു ലോട്ടറി അടിച്ചതുപോലെയാണ്. ക്രിസ്ത്യാനികളെയും മുടക്കാതിരിക്കാം, മുസ്ലിങ്ങളെയും മുടക്കാതിരിക്കാം. ഒക്കെ ഭേദഗതി നിയമം കൊണ്ടുവന്നു, അതനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ ഈ സർക്കാരിന് ഒരു ഇതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെട്ടിലായിരിക്കുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവുമാണ്. വലതുപക്ഷത്തിനാണ് ഏറ്റവും കൂടുതൽ നഷ്ടം വരാൻ പോകുന്നത്. കാരണം അവർക്ക് മുസ്ലിം വോട്ട് നഷ്ടമാവും, ക്രിസ്ത്യൻ വോട്ടും നഷ്ടമാവും. ഇതിനിടയ്ക്ക് എങ്ങനെ കലക്കി വെള്ളം പിടിക്കാമെന്നുള്ളതാണ് ഇടതുപക്ഷം നോക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷവും ഇപ്പോൾ വഖഫ് ബോർഡ് നിയമം പാസ്സാക്കി ആ നിയമം പ്രാബല്യത്തിൽ വന്നാൽ ഇവർക്ക് ലോട്ടറി അടിച്ചതുപോലെയാണ്. സംഗതിയൊക്കെ മുസ്ലിങ്ങളെ പിടക്കാതെ
വനം സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് വരും. അല്ല ഈ ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മിറ്റി പിന്നെ റിപ്പോർട്ട് അനുസരിച്ചോ ആ കമ്മീഷൻ പ്രകാരമോ ഒന്നും സംരക്ഷിക്കാൻ പോകുന്നില്ല. അതൊരു റിപ്പോർട്ടായിട്ട് വരും. ആ റിപ്പോർട്ട് സ്റ്റേ ചെയ്യപ്പെടും. അതിന് യാതൊരു സംശയവുമില്ല, അതിനൊരു വാല്യൂമില്ല. അത് ഇപ്പോഴത്തെ സംഗതി, ഇപ്പോഴത്തെ അവസ്ഥയെ സ്റ്റാറ്റസ് കോ നിലനിർത്തി കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. പക്ഷേ ജനങ്ങൾക്ക് അവരുടെ ഭൂമി എല്ലാ റവന്യൂ അവകാശങ്ങളോട് കൂടി അവർക്കവിടെ ജീവിക്കണം. അവർ വില കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ്. അത് പോക്കുവരവ് ചെയ്ത് നികുതി അടച്ചു വന്ന ഭൂമിയാണ്. ഇവിടുത്തെ വക്കപ്പെന്ന കിരാത നിയമത്തിൽ അവർ പിടിച്ചെടുത്തതാണ്. ഇങ്ങനെ പിടിച്ചെടുത്ത് ഇവിടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ പല ഭാഗത്തും അത് ഇങ്ങനെ ഈ സംഭവവികാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ ഇന്ദ്രിച്ചിറ പള്ളിയിലുമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിനൊരു അന്ത്യം ഈ ഭേദഗതി ബില്ല് പാസ്സാക്കുക എന്നുള്ളത് മാത്രമേ ഇതിനൊരു പോംവഴിയുള്ളൂ. മറ്റാരെന്ത് പറഞ്ഞാലും അതൊരു പോംവഴിയല്ല. ഈ വഖഫ് ബോർഡ് നിയമം 40 റദ്ദാക്കണം. അത് ഭേദഗതിയിലൂടെ റദ്ദാക്കും. ആ റദ്ദാക്കുമ്പോൾ വഖഫ് ബോർഡിൻ്റെ മുനമ്പത്തെ അവകാശവാദവും റദ്ദാക്കപ്പെടും. അങ്ങനെ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. അല്ല ഈ ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മിറ്റി റിപ്പോർട്ടുകളിലൂടെ അതൊക്കെ ഓരോരു പ്രശ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അതവിടെ സ്റ്റേ ചെയ്യപ്പെടും. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.